ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആരും വെറുതെ ഈ ഭൂമിയിൽ ജനിച്ചവരല്ല. ആരും ബൈ ചാൻസ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതി ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെ കുറിച്ചുമുണ്ട്. ആമേൻ. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? വല്ലാണ്ട് ഭാരപ്പെടും. നമ്മൾ ചിന്തിക്കും, ഓ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ഞാനിങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയായി, എന്നെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിങ്ങനെ ഇപ്രകാരമുള്ള നെഗറ്റീവ് നിഷേധാത്മകമായ ചിന്തകൾ തലയ്ക്കകത്ത് കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മൾ ഡൗൺ ആയി പോവും, നമ്മൾ ഇരുന്നു പോവും. എന്നാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താ? എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ ചില വചനങ്ങൾ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതിയെടുത്ത് കേട്ടോ, എഴുതിയെടുത്ത് ഈ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കണം. ജെറമിയ 29:11, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് 11. ഏതാ വചനം? പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കണ്ടോ കണ്ടോ കണ്ടോ? നമ്മളെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. അതിപ്പോ ഒരുപക്ഷെ നീ ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റതോ, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെന്നോ, നീ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇല്ലെന്നേ എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയൊന്നും ഇല്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് അതിനപ്പുറം കടക്കാൻ തക്കവണ്ണം കർത്താവ് പറയുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പറഞ്ഞേ ആമേൻ, ആമേൻ. റോമാലേഖനം 8 28 തിരുവചനം മറ്റൊരു വചനമാണ് കേട്ടോ, എഴുതിയെടുത്ത് പഠിച്ചോണേ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28, 8:28. ഏതാ വചനം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. പൗലോസ്ലീഹ നമ്മളോട് ചോദിക്കുക, നമുക്കറിയാമല്ലോ. എന്തറിയാമല്ലോ എന്ന്? നമുക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും നമ്മുടെ നന്മയ്ക്കാണ്. നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. ഇന്നത്തെ നിന്റെ കണ്ണുനീരും പരാജയത്തെയും ദൈവം ആനന്ദമാക്കി മാറ്റും. വിശ്വസിക്കുന്നവര് പറ ആമേൻ. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ കണ്ണുനീര് നിന്റെ പ്രാർത്ഥനയും അത് അനുഗ്രഹമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആഴ്ചയിൽ ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബനാഥ എന്നോട് പറയൂ, അച്ഛാ ഇന്നലെ രാത്രിയിൽ തൻ്റെ ജീവിതത്തെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയും, അച്ഛാ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആകപ്പാടെ ഒറ്റ മോൻ, ആ മോനിപ്പോൾ 30 വയസ്സായി. 30 വയസ്സ്. ഈ ചെറുക്കൻ കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് മദ്യപാനം, ഡ്രഗ്സ് അതിനടിമയായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ജീവിത പങ്കാളി മരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ ഈ മകനെ വളർത്താൻ വേണ്ടിയാണ് ഈ അമ്മ ഇത്രയും വർഷം കഷ്ടപ്പെട്ടത്. ഈ അമ്മ പറഞ്ഞ എന്നാന്നറിയോ? അച്ഛാ ഇത്രയും സ്വപ്നങ്ങളോടുകൂടെ ഞാൻ വളർത്തി എൻ്റെ മകൻ, അവൻ ഇങ്ങനെ മദ്യപാനത്തിനും ഡ്രഗ്സിനും ഒക്കെ അടിമപ്പെട്ടപ്പോൾ ഞാൻ തകർന്നു പോയ അച്ഛാ. പക്ഷെ അച്ഛാ ഞാൻ വിട്ടില്ല അച്ഛാ. ഞാൻ തമ്പുരാൻ കർത്താവിനെ വട്ടം പിടിച്ചു അച്ഛാ. ഞാൻ എൻ്റെ കർത്താവിനെ വട്ടം പിടിച്ചു. ഇന്ന് എൻ്റെ മകൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇന്നലെ അവൻ ഇവിടെ നന്ദി പറയാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മകൻ പറഞ്ഞതാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. ഈ അമ്മ പറയുവാണ്, എൻ്റെ മകനെ ഞാൻ വട്ടം പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു അച്ഛാ. അവൻ മദ്യപാനവും ഡ്രഗ്സൊക്കെ ഉപേക്ഷിച്ച് നല്ല മിടുക്കനായിട്ട് ധ്യാന മന്ദിരത്തിൽ സാക്ഷ്യം പറയാൻ ഈ ആഴ്ച ധ്യാനത്തിന് വന്നിരിക്കുന്നു. ഈ മണ്ണിലിരുന്ന് ഞാൻ കരഞ്ഞച്ച. എന്നോട് പലരും പറഞ്ഞു അവൻ പോയി, ഇനി അവൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. പക്ഷെ അച്ഛാ ഞാൻ വിട്ടില്ല. എൻ്റെ ആശ്രയം തമ്പുരാൻ കർത്താവിലായിരുന്നു.
അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ മകന് വേണ്ടിയല്ല മാറ്റിവെച്ചത്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു തുക ഞാൻ എൻ്റെ ഇടവകയിൽ വിൻസെൻ്റ് പോൾ എന്ന് പറയുന്ന സംഘടനയുണ്ട്, ഞാൻ അവർക്ക് കൊടുക്കും. വിൻസെൻ്റ് പോൾ സംഘടന. എന്നിട്ട് ഈ സ്ത്രീ പറയൂ, അച്ഛാ ഈ വിൻസെൻ്റ് പോളിനോട് എനിക്ക് വലിയ സ്നേഹമാണ്. കാരണം എന്തെന്നറിയോ? വിധവകളോടും പാവപ്പെട്ടവരോടും വലിയ കാരുണ്യമുണ്ടായിരുന്നൊരു വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. അതുകൊണ്ട് അച്ഛാ ഈ വിൻസെൻ്റ് പോൾ സഖ്യത്തോട് ഞാൻ ഒരു സ്നേഹത്തോടു കൂടെ എനിക്ക് കിട്ടുന്ന കുഞ്ഞു വരുമാനം ഞാൻ കൊടുക്കും. കാരണം ഞാനൊരു വിധവയല്ലേ അച്ഛാ, എൻ്റെ കാര്യത്തിൽ ഒരു മധ്യസ്ഥത ഈ വിൻസെൻ്റ് പോളിലൂടെ സംഭവിക്കണ്ടേ? എൻ്റെ മകൻ്റെ കാര്യത്തിൽ അച്ഛാ ദേ സത്യമായും അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയണം, കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് അച്ഛാ. എൻ്റെ മകനെ ദേ കർത്താവ് തിരിച്ചു തന്നു. ഈ ആഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ക്രമക്കേടുകൾ, ചില ഡിസോർഡറുകൾ, ചില ഭാരങ്ങൾ, ചില തടസ്സങ്ങൾ അയ്യോ പോയി അല്ലെന്ന്, ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. ചില സൽപ്രവർത്തികൾക്കായി ദൈവം നിന്നെ മുൻകൂട്ടി നിശ്ചയിച്ചൊരുക്കിയതാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. നിന്നിലൂടെ ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. നിന്നിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ സംഭവിക്കേണ്ടതുണ്ട്. നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഒരു പദ്ധതിയുണ്ട്. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6, 1-ാം അധ്യായം 6-ാം തിരുവചനം. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കണ്ടോ ദേ വചനം വലതുകര ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞു, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? നിന്നിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും. ഇട്ടിട്ട് പോകരുത് ഇടയ്ക്ക്. നിന്നിൽ ദൈവം ഒരു പ്രവൃത്തി, സൽപ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ കർത്താവ് അത് പൂർത്തിയാക്കും. ഹല്ലേലൂയാ. ഇത് കേൾക്കുന്നത് ഒരു അപ്പനാവാം, അമ്മയാവാം. മക്കളെ കുറിച്ച് വലിയ ഞെരുക്കം, ഭാരം. നിങ്ങളിലൂടെ ഒരപ്പ, ഒരമ്മ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളിലൂടെ ദൈവം ആരംഭിച്ചത് നിങ്ങളിലൂടെ തന്നെ പൂർത്തിയാക്കും. പറ ആമേൻ. പഠിക്കുന്ന മകളോ മകനോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് പൂർത്തിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ശരിയായിട്ടില്ലല്ലോ അല്ലെന്ന്, ഇത് ശരിയായിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീരുമെല്ലാം ഇതിനെ ശരിയാക്കിക്കൊണ്ടിരിക്കുവാണെന്ന്, ഇത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഒരു സർക്കിൾ പൂർത്തിയാവുന്നത് പോലെ ഇത് പൂർത്തിയാകും. നമ്മൾ ഒരു വശത്തും നോക്കുമ്പോഴത്തേക്ക് അത് ശരിയായിട്ടില്ല, എന്നാൽ നീ ഒരല്പസമയം കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഇത് പൂർത്തിയാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് സംഭവിക്കും. ഈ വചനം അങ്ങോട്ട് ഏറ്റെടുത്തോണം കേട്ടോ. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 12:2 നമുക്ക് പരിചിതമായ മറ്റൊരു വചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12 12:2. ഏതാ വചനം? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കണ്ടോ, ദൈവഹിതം എന്തെന്നും, ദൈവഹിതം, ഗോഡ്സ് പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി അതെന്തെന്നും നല്ലതും നമ്മുടെ ജീവിതത്തിന് വിവേചിച്ചറിയേണ്ടതുമായ കാര്യങ്ങൾ ദൈവം നിനക്ക് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. വലതുകര ഉയർത്തിപ്പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഓരോരുത്തരും വിശ്വസിച്ച്, എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ചില ദൗത്യങ്ങൾ, ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കിപ്പെടേണ്ടതുണ്ട്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ഞങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ അത് സംഭവിക്കട്ടെ കർത്താവ്, ഞങ്ങളിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിത വഴികൾ കർത്താവെ അങ്ങ് സംഭവിക്കട്ടെ കർത്താവ്. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളത് ഏറ്റെടുക്കുന്നു കർത്താവെ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും കൈകൾ താഴ്ത്തിക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബി റെഡി ടു വാക്ക് വിത്ത് ജീസസ്. ഞാൻ യേശു ക്രിസ്തുവിൽ നടക്കാൻ, യേശു ക്രിസ്തുവിൻ്റെ കൈ പിടിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം. നാട്ടുകാരുടെ അല്ല, ഈശോയുടെ കരം പിടിച്ച് ജീവിക്കാനുള്ള തീരുമാനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. മിക്ക പ്രവചനം 6:8. മിക്ക പഴയ നിയമത്തിൽ മിക്ക പ്രവചനം 6-ാം അധ്യായം 8-ാം തിരുവചനം. ഒരു കുഞ്ഞു വചനമാണ്, വളരെ ശ്രദ്ധിച്ചോളൂ. 6-ന്റെ 8-ാം തിരുവചനം. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എൻ്റെ പ്രിയരെ, നമ്മളിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യം ദേ എഴുതി വെച്ചിരിക്കുകയാണ്. നല്ലതെന്തെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക. പറഞ്ഞ എൻ്റെ കൂടെ, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഹല്ലേലൂയാ. ഇതല്ലാതെ മറ്റെന്താണ്? ഇത് ചെയ്താൽ മതിയെന്ന്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15, 15-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനത്തിൽ എന്താ പഠിപ്പിക്കണേ? നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? കൊളോസസ്, സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 2, 2-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കണ്ടോ, അവനിൽ ജീവിക്കുവിൻ. വീണ്ടും ഒറ്റ വചനം കൂടെ വായിച്ചോ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാം തിരുവചനം. നമ്മുടെ മുമ്പിൽ കൃത്യമായി ആത്മീയ ഫലങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. യെസ്, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ നമുക്ക് വ്യാപരിക്കാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിത അവസ്ഥ, കടന്നു പോകുന്ന കണ്ണുനീര് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിങ്ങളെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. യെസ്, ഇത് ഓരോരുത്തരും വിശ്വസിക്കണം. ദൈവം എന്നെ സൃഷ്ടിച്ചു, ക്രിസ്തുവിൽ എന്നെ പുതുക്കി, എനിക്കൊരു ദൗത്യം നൽകി. എന്തിനാ? ഞാൻ യേശു ക്രിസ്തുവിൽ നടക്കാൻ, അവൻ്റെ വഴിയിലൂടെ നടക്കാൻ. ഇത് ഒരു വിളിയാണ്. ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്. ഇതൊരു വിളിയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കണം. ഇതാ നിനക്ക് കർത്താവ് ഒരു വിളി തന്നിരിക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എഫേസസ് ലേഖനം 2:10 പഠിപ്പിച്ചത്. നീ ദൈവത്തിൻ്റെ കരവേലയാണ്. വലതും ഇടതും നിൽക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നീ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ചെയ്യാൻ വേണ്ടി, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയാ. ഇത് മനസ്സിൽ ഉറപ്പിക്കണേ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ പല സമയങ്ങളായിട്ട് ഈ വചനം ഹൃദയത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചില അത്ഭുതകരമായ കൃപകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ബോധ്യങ്ങൾ നൽകും, നിരാശ മാറും, ഓർത്തോർത്തുള്ള ദുഃഖം മാറും. നമുക്ക് ജീവിതത്തിൽ വ്യക്തമായി മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള വഴികൾ ദൈവം തുറന്നു തരും. പറഞ്ഞേ ആമേൻ, 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 ആമേൻ. മുട്ടുകുത്താം.
കരങ്ങൾ കൂപ്പി പരിശുദ്ധ ആരാധനയുടെ സമയത്ത് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ, ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുള്ള ദൈവമേ, ഞങ്ങളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പ്രാർത്ഥിച്ചോ. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം ചേർന്ന് പാടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ പദ്ധതിയൊരുക്കിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കാം. എൻ്റെ പ്രിയ ദൈവജനമേ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഈ പരിശുദ്ധ അൽത്താര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിശക്തമായി ഇടപെടുകയാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ കർത്താവ് ചില ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എഫേസുസ് ലേഖനം 2:10 നമ്മളോട് തന്നെ പറയുക, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്, ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് നമ്മളോട് തന്നെ വിശ്വസിക്കുക, ഏറ്റുപറയുക. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്, ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ വചനം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്, ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഓരോ വ്യക്തിയും ഈ വചനം ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാലങ്ങളായി കടന്നു വന്നിരിക്കുന്ന അനേക ഭാരങ്ങൾ മാറ്റപ്പെടുകയാണ്. അനേകരുടെ ഉള്ളിൽ ഒത്തിരിയേറെ തെറ്റായ ചിന്തകൾ പ്രവേശിച്ചിട്ടുണ്ടാവും. എൻ്റെ ജീവിതം ഒരു അബദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ വചനം നിനക്ക് വേണ്ടി കർത്താവ് ഇപ്പോൾ സമ്മാനിക്കുകയാണ്. എൻ്റെ ജീവിതം ഒരു തോൽവിയാണ്, ഞാനൊരു ബൈ ചാൻസ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ വീട്ടുകാർ എന്നെ ആഗ്രഹിച്ചില്ല, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഒരു തോൽവിയാണ്, എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നിങ്ങനെ നമ്മളോട് തന്നെ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി നിഷേധാത്മക ചിന്തകൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ അൽത്താര നിനക്ക് സമ്മാനിക്കുന്നത് വലിയ ഒരു വിടുതലാണ്, ഡെലിവറൻസ് ആണ്. നിന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. നീ വെറുതെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല, നീ ഒരു കരവേലയാണ്. ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ് നീ എന്ന വ്യക്തി. ഓരോരുത്തരും ഇത് സ്വയം ഏറ്റെടുക്കുക. കർത്താവേ, ഞാനിതാ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് എന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തോട് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ എന്തിന് കൊള്ളാം. ആരെങ്കിലും നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ മറ്റ് സഹോദരങ്ങളെ വെച്ച് താരതമ്യം ചെയ്ത് കഴിവില്ലെന്നും ഗുണമില്ലെന്നും പറഞ്ഞ് നിന്നെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ ചെയ്ത പല പ്രവർത്തികളും പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാൽ കർത്താവ് പറയുന്നു, നിനക്കെത്ര പ്രായമുണ്ടെങ്കിലും പ്രായം കുറവുണ്ടെങ്കിലും കർത്താവ് നിന്നോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ കരവേലയാണ്,
ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഓരോരുത്തരും ഇത് ഏറ്റെടുക്കുക, വിശ്വസിക്കുക, അംഗീകരിക്കുക. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ വിട്ടുമാറും. കർത്താവ് ശക്തമായൊരു വിടുതലാണ് നിനക്ക് ഈ ശുശ്രൂഷ സമയത്ത് സമ്മാനിക്കുന്നത്. നീ അത് വിശ്വസിച്ചു കൊള്ളണം. നാളുകളായി ഭാരപ്പെട്ടിരിക്കുന്ന, ജീവിതത്തിൽ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്ന, ഒരു സ്വസ്ഥതയുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അനേക കർത്താവ് വിടുതൽ നൽകുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നൽകുന്ന വിടുതൽ സ്വന്തമാക്കുക. ഈശോയെ, ഈ പരിശുദ്ധ അൽത്താരിൽ നിന്ന് ഒഴുകുന്ന ശക്തി എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാജയം, ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിൽ നഷ്ടബോധം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ കർത്താവ് ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കാൻ പോവാണ്. കർത്താവ് നിന്നെ ഇതാ പുതുക്കിപ്പണിയുന്ന സമയമാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അത്ഭുതകരമായ ഒരു വിടുതലിലേക്ക് നയിക്കുകയാണ്. കൃപയ്ക്കുമേൽ കൃപ കർത്താവ് ചുരുകയാണ്. നാളുകളായി നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ കർത്താവ് അഴിക്കുകയാണ്. നാളുകളായി നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന തെറ്റായ ചിന്തകളുടെ, വികാര വിചാരങ്ങളുടെ, ആലോചനകളുടെ കെട്ട് കർത്താവ് പൊട്ടിക്കുകയാണ്. പൗലോസും സീലാസും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പൊട്ടിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നാളുകളായി നിന്നെ ചങ്ങലക്കിട്ടിരിക്കുന്ന അബദ്ധ ചിന്തകളുടെ, തെറ്റായ ചിന്തകളുടെ എല്ലാ ജീവിത വ്യാപാര മേഖലകളെയും ഈശോ ഇതാ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8:36, ഇഫ് ദ സൺ മേക്സ് യു ഫ്രീ യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. യേശു ക്രിസ്തുവിൽ നീ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. നീ വിശ്വസിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. മറ്റെവിടെയും നിനക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല, യേശു ക്രിസ്തുവിലൂടെയാണ് കിട്ടുന്നത്. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കാലങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന തെറ്റായ ചിന്തകളുടെ കെട്ടുകൾ അഴിക്കണമേ. കാലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലുമുള്ള ഭാരങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. കർത്താവ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ദൈവമേ, ഞാൻ നിന്റെ കരവേലയാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. ഏതെങ്കിലും വ്യക്തി ബന്ധങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളുടെ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുടെ കെട്ടുകൾ കർത്താവെ കെട്ടഴിക്കണമേ. സ്വാതന്ത്ര്യം നൽകണമേ. ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ അടിമത്തങ്ങളുണ്ടെങ്കിൽ കർത്താവെ ആ മേഖലയെ ചങ്ങലകൾ അഴിക്കണമേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. തഴക്ക ദോഷങ്ങളുടെ കെട്ടുകൾ കർത്താവെ അഴിക്കണമേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. ഓരോ വ്യക്തിയും കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ സമർപ്പിച്ച് ഈശോയോട് പറയുക, ഈശോയെ എൻ്റെ കെട്ടഴിക്കണമേ. ഈശോയെ എൻ്റെ പാപത്തിൻ്റെ കെട്ടഴിക്കണമേ. ഈശോയെ എൻ്റെ ദുശീലങ്ങളുടെ കെട്ടഴിക്കണമേ. ഈശോയെ എൻ്റെ തെറ്റായ ചിന്തകളുടെ കെട്ടഴിക്കണമേ. ഈശോയെ പാരമ്പര്യ രോഗപീഠകളുടെ കെട്ടഴിക്കണമേ. ഈശോയെ മാനസിക പീഡകളുടെ കെട്ടഴിക്കണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് എത്രത്തോളം സ്വരമുയർത്തി വിളിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി വിളിക്കട്ടെ. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. വലിയൊരു കൃപ ഓരോ ദൈവമകനിലേക്കും ദൈവമകളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ കർത്താവ് വിടുതൽ നൽകട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ സംഭവിക്കട്ടെ. കൈകളടിച്ച് പാടിക്കേ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നന്നായിട്ടൊന്ന് കൈയടിച്ച്. ഈ പരിശുദ്ധ അൽത്താർ എന്നുള്ള ശക്തി നിന്റെ പക്കലേക്ക് ഒഴുകട്ടെ. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഇപ്പോൾ അത്ഭുതകരമായിട്ട് വിടുതൽ നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു. തഴക്ക ദോഷങ്ങൾ, ഓർത്തോർത്തുള്ള ദുഃഖം, കുറ്റബോധം, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ചിന്തകൾ കർത്താവ് ആ മേഖലകൾ അഴിക്കുന്നു. കർത്താവ് വിശുദ്ധീകരണം നൽകുന്നു. ശക്തിയോടെ കൈയടിച്ചേ. പോരാ. ആമേൻ. യെസ്. റുഹാ 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 റുഹായേ. ഓ റുഹായേ റുഹാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ.
ഭാരപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ദൈവശക്തി ചലിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ഓ പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ. ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഭരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഭരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് വെളിപ്പെടട്ടെ. ഒരു പുതിയ കൃപയ്ക്ക് മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഭരിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് ഭരിക്കട്ടെ. പുതിയൊരു കൃപ കർത്താവ് ചൊരിയട്ടെ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയണമേ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ച പോരാ, ശക്തിയോടെ. കർത്താവ് ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നു കേട്ടോ. പരിശുദ്ധ അൽത്താൽ നിന്ന് കൃപ അനേകരിലേക്ക് ഒഴുകുന്നു. ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന അനേകരെ കർത്താവ് എടുത്തു മാറ്റുന്നു. കർത്താവ് വലിയൊരു വിശുദ്ധീകരണം നൽകുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈ ശുശ്രൂഷ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ചിലരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെടുകയാണ്. അരുൺ എന്ന പേരുള്ളൊരു മകനെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകപ്പെടുന്നു. കർത്താവ് പറയുന്നു, നിന്റെ ജീവിതം ബലപ്പെട്ടതാണ്. കർത്താവ് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയുന്നു. കൈയടിച്ച് പാടിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഈ പാട്ട് പാടുന്ന സമയം തന്നെ വലിയൊരു വിടുതൽ സംഭവിക്കുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മശക്തി പാടാമോ, പാടാമോ? പരിശുദ്ധാത്മശക്തി ഒരിക്കൽ കൂടെ ചേർന്ന്. പരിശുദ്ധാത്മശക്തി. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മശക്തി. ആമേൻ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ സംഭവിക്കുന്നു. കർത്താവേ സംഭവിക്കട്ടെ. ഓരോരുത്തരും സംഭവിക്കട്ടെ. ഓ കർത്താവേ, ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സൗഖ്യമാകും. ആമേൻ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി. റുഹാ, റുഹാ, റുഹാ. വിളിച്ചേ, വിളിച്ചേ, വിളിച്ചേ. റുഹാ, റുഹാ, റുഹാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി. റുഹാ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവമേ, ഒരു പുതിയ അഭിഷേകത്താൽ നയിക്കണമേ. ഒരു പുത്തൻ പന്തക്കുസ്തായാൽ നിറയ്ക്കണമേ. തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ദൈവ ചൈതന്യം എന്നിൽ നിറയ്ക്കപ്പെടട്ടെ. ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചോ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോ. നീ ദൈവത്തിന്റെ കരവേലയാണ്.
നീ സ്വയം ശപിച്ച് ജീവിക്കരുത്. കാരണം നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഓരോ വ്യക്തിയും അത് വിശ്വസിക്കുക. നീ ഒരുപക്ഷെ ജീവിത പങ്കാളി വേർപാടിൽ ദുഃഖിക്കുന്ന വ്യക്തിയാവും. കർത്താവ് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നത്. നീ അത് വിശ്വസിക്കൂ. നിന്റെ പ്രവർത്തികളിലൂടെ അത് തെളിയപ്പെടട്ടെ. നിരാശപ്പെട്ടിരിക്കാനല്ല, നിന്റെ പ്രവർത്തികളിലൂടെ അത് തെളിയപ്പെടട്ടെ. കർത്താവെ, അതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവെ, അതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ അത് ഏറ്റെടുക്കുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന അനേകരെ കർത്താവ് വലിയ ഒരു വിടുതൽ നൽകുന്നത് ഈ സമയത്ത്. നിരാശപ്പെട്ടിരിക്കുന്ന, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് ആ നിരാശയുടെ മുകളിൽ കർത്താവ് എഫേസസ് 2:10 നിറയ്ക്കുകയാണ്. നീ ദൈവത്തിൻ്റെ കരവേലയാണ്. നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് നീ ഉള്ളിൽ വിശ്വസിച്ചോ? യെസ്, കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്, അത്ഭുതകരമായി ഇടപെടുകയാണ്. യെസ്, വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ, വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്, അത്ഭുതകരമായി ഇടപെടുകയാണ്. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കപ്പെടട്ടെ. ഓരോരുത്തരും വിശ്വസിച്ചത് ഏറ്റെടുക്കണം. ജോൺസൺ എന്ന പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം നിന്റെ മേൽ ഒഴുകുന്നു. ടെസ്സിയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. ബ്രിജീറ്റാമയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിഷമിക്കണ്ട. ഒരു ദീർഘദൂര യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് വളരെ ഭാരപ്പെട്ട് ഇതെങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് വിഷമിച്ച് നിൽക്കുന്ന ഒരു കുടുംബം, അതിലൊരു കുടുംബ അംഗം ഓൺലൈനിൽ പങ്കെടുക്കുന്ന കർത്താവ് ആ വിഷയത്തിൽ ഒരു വിടുതൽ നൽകി, ധൈര്യം നൽകി അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. ഭാരപ്പെടേണ്ട. ഒരു ജോലിയിൽ നിന്ന് ടെർമിനേഷൻ ഇന്നോ നാളെയോ വരുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തി, കർത്താവ് എന്താ പറയണമെന്നറിയോ? നിന്നെ ദൈവം സൃഷ്ടിച്ചത് ഈ ജോലി കണ്ടുകൊണ്ട് മാത്രമല്ലല്ലോ. കർത്താവ് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് സഹോദരാ. നീ എന്തിനാ വിഷമിക്കണേ? നീ എന്തിനാ വിഷമിക്കണേ? കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ദൈവത്തിൻ്റെ കരവേലയാണ്. നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. നിനക്കുണ്ടായി പരാജയത്തിൽ നീ വിഷമിക്കേണ്ട. ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ ദുഃഖിക്കുന്നവരുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. വിഷമിക്കേണ്ടെന്ന്. കർത്താവുണ്ട്. ഇത്രയും നാളും ദൈവം നടത്തിയില്ലേ? ദൈവം ഇനിയും നടത്തും. ദൈവം ഇനിയും നടത്തും. നീ വിശ്വസിച്ചോളൂ. ഭാരപ്പെടേണ്ട. ദൈവം ഇനിയും നടത്തും. ഓരോ മേഖലയും ദൈവം കരം പിടിച്ച് നടത്തും. കർത്താവേ, എന്നിലത് സംഭവിക്കട്ടെ. ജിൻസനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് ഒരു പേര് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് നിന്റെ മേൽ ഇടപെടുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ശക്തമായ കൃപയാണ് നിനക്ക് കർത്താവ് നൽകുന്നത്. രാത്രിയിൽ ഉറക്കം കിട്ടാതെ വളരെ വിഷമിക്കുന്ന ചിലരെ കർത്താവ് നല്ല സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹമാണ് നിന്നിൽ ഒഴുകുന്നത്. വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. എന്നിൽ കർത്താവ് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു. കാരണം ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാനൊരു അത്ഭുതമാണ്. കർത്താവെ, ഞാൻ അത് ഏറ്റെടുക്കുന്നു. എന്നിലത് സംഭവിക്കപ്പെടട്ടെ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഈ പറഞ്ഞത്, കേട്ടത്, പഠിച്ചത്, ധ്യാനിച്ചത് അത് വിശ്വസിക്കുക. ഉച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എഫേസസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം കേട്ടല്ലോ. ഇവിടെ ഈ നിൽക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ വചനം അങ്ങോട്ട് ഏറ്റെടുത്തോണം. യെസ്, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. യെസ്, ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫോർ മീ. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ വചനം തന്നത്. എനിക്ക് വേണ്ടി. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും ഈ വചനം കടന്നു ചെല്ലട്ടെ. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഈ വചനം കടന്നു ചെല്ലട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വചനം കടന്നു ചെല്ലട്ടെ.
ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ